അയൺ ഹാർട്ട് മാർവലിൻ്റെ ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ കണ്ട ഒരു സീരീസാണ്. ഫസ്റ്റ് 3 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. അടുത്ത 3 എപ്പിസോഡുകൾ ജൂലൈ 1-നായിരിക്കും റിലീസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ 3 എപ്പിസോഡ് കണ്ടപ്പം എന്താണ് ജെനുവിൻലി ഫീൽ ചെയ്തത്? അതാണ് എനിക്കറിയേണ്ടത്. അത് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ കണ്ട സാധനമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ എനിക്കൊരു ഓക്കെ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ അധികം നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു 40 ടു 50 മിനിറ്റാണ് ഓരോ എപ്പിസോഡ്സും വരുന്നത്. ഓക്കെ, സ്റ്റോറി എങ്ങോട്ടാണ് പറഞ്ഞു പോകുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡുകളിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടാണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്. ഈവൻ വില്ലനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ നമുക്ക് കിട്ടത്തില്ല. വില്ലൻ ഒരു ഹുഡുണ്ട്, അതൊരു മാജിക്കൽ ഹുഡാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ആ ഒരു ഹുഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. ഈവൻ ഈ പറയുന്ന റീറി വില്യംസിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ബ്ലാക്ക് പാന്തറിൽ ഓൾറെഡി കണ്ടതാണ് ഈ ഒരു ക്യാരക്ടറിനെ. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി MITയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ എവല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റീറി വില്യത്തിൻ്റെ ഒരു എവല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സീരീസിനെ പറയേണ്ടി വരും. പിന്നെ എടുത്തു പറയേണ്ടത് റയൻ കൂഗ്ലർ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി ലൈൻ കഴിഞ്ഞ് നേരിട്ട് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പറയുന്ന ഡൂംസ്ഡേയിലായിരിക്കും. ഡൂംസ്ഡേയിൽ റീറി വില്യംസ് കാണും എന്നൊക്കെയാണ് പറയുന്നത്. അയൺമാനുമായിട്ടും കമ്പയർ ചെയ്യാനേ പോയത്. അയൺമാനുമായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കമ്പയർ ചെയ്യാൻ പോരുത്. ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും ടോണി സ്റ്റാർക്കിന് കൊടുക്കുന്നത്. അതിനകത്ത് പറയുന്നുമുണ്ട്. അയൺ ആയിട്ട് വേറൊരു റേഞ്ച്, അല്ലെങ്കിൽ ഒരു ലോ റേഞ്ചും മറ്റേത് ഹൈ റേഞ്ചും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതിപ്പോൾ ടെക്നോളജി വെച്ചിട്ടായാലും ഓക്കെ, ടോണീസ് ബില്ലിയനർ അതൊക്കെ മാറ്റി നിർത്തിയാലും ആ ഒരു എന്തൊക്കെ ഒരു ഓറാ സാധനങ്ങളുണ്ടല്ലോ, അത് എനിക്ക് ഈ ക്യാരക്ടറിൽ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി വരുമ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് കഴിയുമ്പോൾ പറയാൻ പറ്റും. ഇതിപ്പം മിസ് മാർവൽ തുടങ്ങിയപ്പോഴും ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയിട്ട് ഞാൻ പൊക്കി മേളി വെച്ചിട്ട് അവസാനം ചീട്ട് കൊട്ടാരം പോലെ താഴെ വീണതാണ്. അതേപോലെ ആണോ എന്ന് എനിക്കിത് ഡൗട്ടുണ്ട്. അടുത്ത 3 എപ്പിസോഡിൽ ഇപ്പം മെഫിസ്റ്റോ ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന റീറി വില്യംസ് ഒരു മാജിക് യൂസർ ആകും. അതിനുള്ള ത്രെഡൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ സ്റ്റോറിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, ലോജിക്കലി നമുക്കത് കണക്റ്റ് ആകണം. ഇതിനകത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു നറ്റാലി എന്ന് പറയുന്ന ഒരു ഉണ്ട്. ഈ റീരിയുടെ പേഴ്സണൽ ആണ്. അത് ഭയങ്കര ബോറിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആണ്. അത് ഒന്നാമതൊരു ഹ്യൂമൻ ഫീല് കൊടുത്തു എന്നുള്ളതാണ്. ഹ്യൂമൻ ഫേസ് കൊടുത്ത് അതല്ല, ഒരു ഹ്യൂമൻ ഫീൽ, ഒരു ആണ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് അങ്ങനെയാണ്. അതേപോലെ കുറേ അധികം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത, ഒറ്റ രാത്രി കൊണ്ട് ഈ ഉണ്ടാവുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആവുന്നതും, ഈ ഷൂട്ടിൻ്റെ കാര്യത്തിൽ കുറേ സാധനങ്ങൾ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പോകുന്നൊരു സ്റ്റോറി ലൈൻ ഓക്കെയാണ്. ഇനി വരുന്ന വലിയ ട്വിസ്റ്റുകളൊക്കെ വരാനായിട്ടേ ഉള്ളൂ. അടുത്ത 3 എപ്പിസോഡുണ്ട്, 3 വലിയ എപ്പിസോഡുകൾ. അതിലാണ് ഈ സീരീസ് എന്തായിരിക്കും, ഈ പറയുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ സീരീസ് ഇറങ്ങി അരമണിക്കൂറിൽ തന്നെ റിവ്യൂ ബോംബിംഗ് ആയിരുന്നു. അതായത് 39 റോട്ടൻ ടൊമാറ്റോയിൽ 39% ആയിരുന്നു ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞത്. അതും ഇറങ്ങി 20 മിനിറ്റിനകത്ത്. ഭയങ്കര റിവ്യൂ ബോംബിംഗ് ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. കുറേ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത്ര ബോറിംഗ് അല്ല. ഇത് അവസാനം ചീട്ടോട്ടാരം പോലെ ഞാൻ തന്നെ ഇതിനെ ഇന്ന് അടുത്ത 3 എപ്പിസോഡ് കുറ്റം പറയും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഓക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന എപ്പിസോഡുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഈ പറയുന്ന റീറി വില്യം പുള്ളിക്കാരുടെ ആക്ടിങ് പരിപാടികളൊന്നും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ കണ്ടു, ഇനി നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടെ എനിക്കറിയാൻ മതി. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.